വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃശൂരിൽ അറസ്റ്റിലായ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ തൃശൂർ താന്ത്യം സ്വദേശി യദു ഗിരീഷിനെതിരെ കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. യദുവിൻ്റെ ഇരകളുടെ എണ്ണം പുറത്തു വന്നതിലുമേറെ എന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ ഇയാൾക്കെതിരെ 3 യുവതികളാണ് പരാതി നൽകിയിരിക്കുന്നത്. മൊത്തം 15 യുവതികളെ പീഡിപ്പിച്ചതായി കണ്ടെത്തിയെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും യുവതികളിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയിലുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്താണ് ഈ കേസിൽ സംഭവിച്ചിരിക്കുന്നത്? പോലീസ് നൽകുന്ന സൂചനയനുസരിച്ച് കൂടുതൽ ഗുരുതരമായ പരാതികൾ ഇനിയും വരാനിരിക്കുന്നു എന്നാണോ? സജിത്ത്, ക്രൈം ഡിറ്റാച്ച്മെന്റ് 26 യുവതികൾ ആണ് പരാതിയുമായി ഇയാൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ 3 യുവതികളുടെ പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി പേരെ ഇയാൾ ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ സൗഹൃദം സ്ഥാപിക്കുകയും ശേഷം അവരുമായി പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകി അവരെ പീഡിപ്പിക്കുകയും നഗ്ന വീഡിയോ ചിത്രീകരിച്ച് അത് വെച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ നിലവിൽ ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനം അത് തന്നെയാണ്. അതിൽ ആ പരാതികളിൽ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചപ്പോഴാണ് കഴിഞ്ഞ ദിവസം 15ഓളം യുവതികളുടെ പരാതികൾ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇത് 26ഓളം പേരുടെ പരാതി ഉണ്ട് എന്നാണ് തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റ് അറിയിക്കുന്നത്. എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത്. അതേസമയം പോലീസും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. എന്തായാലും ഇയാൾ ഈ യദു ഗിരീഷ് എന്ന പേരിൽ ഇൻഫ്ലുവൻസറായി നിരവധി ഐഡികളുണ്ട്, ഇയാൾക്ക് ഇൻസ്റ്റഗ്രാം ഐഡികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രയും ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിക്കൊണ്ട് യുവതികളുമായി കൂടുതൽ സൗഹൃദത്തിലാവുകയും അതായത് ഈ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ഫെയിം മുതലെടുത്ത് ഇയാൾ കുറച്ചുകൂടി വീഡിയോസൊക്കെ റീച്ച് ചെയ്യുന്ന സാഹചര്യത്തിലും ഫോളോവേഴ്സ് കൂടുന്ന സാഹചര്യത്തിലുമൊക്കെ ഇത്തരം ഒരു സാഹചര്യത്തെ മുതലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഫിലിപ്പ് മമ്പാടിൻ്റെ എതിരെയുള്ള പരാതികളും അത്തരത്തിലായിരുന്നു. ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസിങ് നടത്തിയും അതുപോലെ തന്നെ ഇത്തരത്തിൽ മോട്ടിവേഷൻ സ്പീച്ചുകൾ നടത്തിയും ഒക്കെ സ്ത്രീകളെ വലയിലാക്കുകയും അവരെ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും ചെയ്യുന്ന നിരവധി പേരാണ് ഈ നിരവധി പേർക്കെതിരെയാണ് അടുത്തു തന്നെ പരാതിയുമായി നിരവധി സ്ത്രീകൾ എത്തിയിരിക്കുന്നത്. അത്തരം പരാതികൾ ഇനിയും ഉണ്ടാകും യദു ഗിരീഷിനെതിരെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ 26ഓളം പേരെ ചോദ്യം ചെയ്ത് വരിക, അവരുടെ മൊഴിയെടുത്ത് വരികയാണ്. ആ പരാതികളിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുള്ള പോലീസ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഈ യദു ഗിരീഷ് അറസ്റ്റിലായിരിക്കുന്നത് 3 യുവതികളുടെ പരാതിയിന്മേലാണ്. ആ പരാതിയിൽ കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ഇത്രയധികം പരാതികൾ. കഴിഞ്ഞ ദിവസം 15 ആയിരുന്നു, അത് പിന്നീട് 26 ആയി എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ചിനാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ യദു ഗിരീഷ് അറസ്റ്റിലാണ്. ഈ അറസ്റ്റിലായതിന് പിന്നാലെ ഉണ്ടായ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇത്തരത്തിൽ യുവതികളുടെ ഭാഗത്തു നിന്നും വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. തങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുകയും നഗ്ന വീഡിയോ ചിത്രീകരിക്കുകയും പണം തട്ടുകയും ചെയ്തു, അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇത് ഈ യദു ഗിരീഷ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ ഒരു ശീലമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാം വീഡിയോസിൽ ആകൃഷ്ടരായിട്ട് അതിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിന് ഫോളോവേഴ്സ് ആയിട്ടുള്ള യുവതികളുമായി സൗഹൃദമുണ്ടാക്കുകയും തുടർന്ന് ഇത്തരത്തിലുള്ള നടപടികളുമായി ഇയാൾ മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഈ അടുത്തിടെ നടക്കുന്ന ഒരു കാര്യം, നമുക്ക് ഇവരെ ഇൻഫ്ലുവൻസർമാർ എന്ന് വിളിക്കാമോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിൽ താരങ്ങളാണ്, നിരവധി റീച്ചും ഫോളോവേഴ്സൊക്കെ ഇവർക്കുണ്ട്. അത്തരം ആളുകൾ പലപ്പോഴും ഇത്തരം കേസുകളിൽ പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കുന്ന ഒരു താരപരിവേഷമാണ്. അതിലൂടെ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നു, അവരെ സ്വാധീനിക്കുന്നു, അങ്ങനെ തട്ടിപ്പിന് വിധേയമാവുന്നു. ഇതാണ് പലപ്പോഴും പല കേസുകൾ നമ്മൾ കണ്ടുവരുന്നത്. ഈ കേസിലും സമാന സംഭവം ഉണ്ടെങ്കിൽ പോലീസ് ആ ഒരു ഗ്രാവിറ്റിയിൽ തന്നെ അന്വേഷണം നടക്കുന്നു, അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത്?
തീർച്ചയായിട്ടും സജിത്ത്, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഒരു ചർച്ച തന്നെ നേരത്തെ ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന പദം ശരിയാണോ ഇത്തരത്തിലുള്ള ആളുകൾ? കാരണം പല ആളുകൾക്കുമെതിരെ ഇത്തരത്തിൽ നേരത്തെ പരാതികൾ ഉണ്ടാകുന്നു. അവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് സമൂഹത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകൾ കടത്തിവിടുന്ന ആൾക്കാരായാലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ആളുകളായാലും അവരൊക്കെ ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തങ്ങളുടെ മെസ്സേജുകൾ പുറത്തെത്തിക്കുമ്പോഴൊക്കെ ഇൻഫ്ലുവൻസേഴ്സായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യം വളരെ മുൻപ് തന്നെ ചർച്ചയായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നിലവിൽ ഈ ഫിലിപ്പമ്പാട്ടായാലും ഈ യദു ഗിരീഷ് ആയാലും ഒക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണോ, ഇങ്ങനെയാണോ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അതിൻ്റെ അതോറിറ്റിയിൽ നിന്നും അത്തരം ഇടപെടലുകൾ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഇത്തരം കേസുകളിൽ, അതായത് ഇൻഫ്ലുവൻസർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അത് ആ ഒരു റീച്ച്, അതായത് സോഷ്യൽ മീഡിയയിലെ ഒരു റീച്ച്, അതല്ലെങ്കിൽ ആളുകളിലേക്ക്, സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന, അതിലൂടെ പബ്ലിക്കിലേക്ക് എത്തുന്ന ഒരു റീച്ച്, അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസ് എന്തായാലും FIR രജിസ്റ്റർ ചെയ്യുമ്പോഴും, അതല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ടായാലും ഇൻസ്റ്റഗ്രാമുമായിട്ടായാലും അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാറുമുണ്ട്. അത്തരം ആളുകളെ പാടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു നീക്കവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്. അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരം പരാതികൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഇയാൾക്കെതിരെ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളൊക്കെ അതിലുള്ളതാണ്, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ 26 യുവതികൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തുന്ന സാഹചര്യത്തിലും അത്തരം സാഹചര്യങ്ങൾ മുൻപും ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അയാളുടെ വീഡിയോയ്ക്ക് ഉണ്ടാകുന്ന റീച്ച്, അത്തരം റീച്ചിന്റെ അടിസ്ഥാനത്തിൽ ഈ യുവതികളെ സ്വാധീനിക്കുകയും അത് പ്രണയം നടിച്ച് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവരെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു, സാമ്പത്തിക ചൂഷണത്തിന് ഇരയാക്കുന്നു. അത്തരം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിനുള്ള ഇടമായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മൊബൈൽ ഫോണുള്ള ആർക്കും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ നീക്കം. അത് ഫോളോവേഴ്സ് കൂടുന്നതും റീച്ച് കൂടുന്നതും അതാണ് പിന്നീട് അവരുടെ ഒരു ആയുധമാക്കിയെടുക്കുന്നത് എന്ന് വേണം പറയാൻ. അത്തരം ഇടപെടലുകൾ, അത്തരം നടപടിക്രമങ്ങൾ ഇതിനെതിരെ വേണം. ശരിക്കും ശക്തമായ നടപടിക്രമങ്ങൾ വേണം. ഇത്തരം ഈ റീച്ചുകളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തങ്ങൾക്ക് ലഭിക്കുന്ന പിന്തുണ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം നടപടിക്രമങ്ങളും ഇതിന് കൃത്യമായ നിയമ നടപടിക്രമങ്ങളും വേണമെന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പോലീസായാലും ക്രൈംബ്രാഞ്ച് ആയാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു കേസുകളൊക്കെ പോകുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് എത്രത്തോളം സ്ക്രീൻ ചെയ്യപ്പെടുന്നുണ്ട്, അതല്ലെങ്കിൽ ഇയാൾക്കെതിരെയുള്ള, അതായത് ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗ് ലൈൻ ഉപയോഗിച്ച് തന്നെയാണ് അയാൾ മറ്റുള്ളവരെ സ്വാധീനിക്കുകയും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. അതിന് എത്രത്തോളം ഇടപെടലുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്, അത് ഉറപ്പുവരുത്തേണ്ട സാഹചര്യം കൂടിയുണ്ട്. അതിനും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. പക്ഷെ പൊതുവെ അങ്ങനെ ഉണ്ടാകുന്നില്ല എന്ന് വേണം പറയാൻ. കാരണം ഇയാൾ ഇനിയും ഈ അറസ്റ്റ് കഴിഞ്ഞാൽ റിമാൻഡ് കാലാവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വീണ്ടും ഇയാളുടെ അതൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണല്ലോ. അത്തരത്തിൽ ഉള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അതായത് പുതിയൊരു ഐഡിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെയും പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും അതിനുള്ള ഇടപെടലുകൾ കൂടി വേണം. അത് പോലീസ് ഓൾറെഡി FIR രജിസ്റ്റർ ചെയ്തപ്പോൾ അത്തരം ഇയാൾക്കെതിരെ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ പക്ഷേ ഈ ഇൻസ്റ്റഗ്രാമിൻ്റെയും അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയും ഒക്കെ അതോറിറ്റി അറിയിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിലും കൂടുതൽ നടപടിക്രമങ്ങൾ വേണം. ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ സമൂഹത്തെ സ്വാധീനിക്കുന്ന ആളുകൾക്ക് അതിനുള്ള മര്യാദയുണ്ടോ, അതിനുള്ള മാനദണ്ഡം എന്താണ്, ഇത്തരം കാര്യങ്ങൾ കൂടി നിലവിൽ വരേണ്ടതുണ്ട് എന്ന് വേണം പറയാൻ സാധിക്കും. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും യദു ഗിരീഷ് ഇയാളാണ് ഇൻഫ്ലുവൻസർ. ഇയാൾക്കെതിരെയാണ് ഇപ്പോൾ തൃശ്ശൂർ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. 20-ലധികം ആളുകളെ ഇതുവരെ ചതിയിൽപ്പെടുത്തി എന്നതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. 3 പേരാണ് പരാതിയുമായി രംഗത്ത് വരുന്നത്. പക്ഷേ അതിലും വലിയ വ്യാപ്തിയുണ്ട് ഇയാൾക്കെതിരായ പരാതികൾ എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് കരുതുന്നത്. വലിയ ഗുരുതരമായ ആക്ഷേപമാണ് വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് തട്ടിപ്പ്, അതിനൊപ്പം തന്നെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പണം തട്ടൽ, ഈ ആക്ഷേപവും ഗിരീഷിനെതിരെയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.